എടാ അനിയൻകുട്ടാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ചെമ്പരത്തി അരച്ചിട്ടതാ. ഇനിയിപ്പോ പുളിയിൽ അരച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്ത് പറഞ്ഞാലും ഒരു ചെമ്പരത്തി മിക്കവാറും അതെടുത്ത് ചെവി വെച്ചോണ്ട് നടക്കേണ്ട ഗതി വരും. നോക്കോ. നീ പോടാ. എനിക്ക് എന്നെ കാളിലും ഇഷ്ട ചെമ്പരത്തിയെ. സങ്കടങ്ങളെ തളർത്താത്ത പൂച്ചെടിയാ ചെമ്പരത്തി. ആരും തലയിൽ ചൂടാനില്ലെന്നറിഞ്ഞിട്ടും ഒരു വസന്തത്തിനും കാത്തു നിൽക്കാതെ എന്നും പൂക്കാറില്ലേ? അതാ എനിക്ക് ചെമ്പരത്തിയോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം. ഓ, തുടങ്ങി ചെമ്പരത്തി പുരാണം. എനിക്കൊന്നും കേക്കണ്ട. അല്ലേ ചേച്ചി, ചേച്ചി എന്തിനാ വലിയ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഷോ, ഇത് കുറച്ച് കടുപ്പമായി പോയി കേട്ടോ. കൈവെള്ള പൊള്ളുന്ന രീതിയിൽ കർപ്പൂരം കത്തിച്ച് പൂജിക്കാന്ന് വെച്ചാ. അല്ല, നിന്റെ സ്കൂളിലെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ ബീന ടീച്ചർ എന്ത് പറയണു? ബീന ടീച്ചർ പലതും പറയും. അതൊക്കെ അവിടെ തന്നെ നിക്കട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇത്രയും വലിയ പ്രാർത്ഥനയൊക്കെ നടത്താനേ ചേച്ചിയുടെ ആരാ ഈ വലിയ കുഞ്ഞ്? എന്താ ചേച്ചിക്ക് അയാളോടുള്ള ബന്ധം ഇപ്പൊ അറിയണം എനിക്ക്. ഇപ്പൊ ദേ ചെക്ക നോക്ക്, എന്റെ കൈ പൊള്ളിയിരിക്കണോണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. ഓ, വലിയ കാരണം വരാവാൻ നിൽക്കാതെ സ്കൂളിലെ വിശേഷം പറയടാ. തടിയാ തടിയും ചേച്ചിയുടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ ഒന്നും വിളിക്കരുതെന്ന്. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോലെ പോലെ എന്റെ മുത്തല്ലേ നീ. ദേ ഈ മരുന്നിട്ടപ്പോഴേ കൈക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ദാ ഇതങ്ങ് തേച്ച് തീർത്തിട്ട് നീ പോയിക്കോ പ്ലീസ് എടാ. ശരി ശരി. ചേച്ചി ഇനി എന്നെ പ്രകോപിക്കരുത് കേട്ടോ. ഓ, അവന്റെ ഒരു പ്രകോപനം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. സീരിയസ് ആയിട്ട് നീ ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു ക്ലാസ്സിലെ വിശേഷങ്ങള്? ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്ന് രണ്ടാമത്തെ പീരീഡ് ഭയങ്കര മഴയായിരുന്നു. ഇന്റർവെല് കഴിഞ്ഞപ്പോഴേ സാവിത്രി ഇല്ലേ, നന്നായി പാടുന്ന ബയോളജി പഠിപ്പിക്കുന്ന സുജ ടീച്ചറിന്റെ മോള്. ഓ, സുജ ടീച്ചറിന്റെ മോള് സാവിത്രി, നിന്റെ പുതിയ ലൈൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല കേട്ടോ. ആ ശരി ശരി ശരി. ഇനി സാവിത്രിയുടെ കാര്യം പറഞ്ഞു ഞാൻ നിന്നെ പ്രകോപിപ്പിക്കുന്നില്ല. നീ ബാക്കി പറ, എന്തു പറ്റി നമ്മുടെ സാവിത്രി കുട്ടിക്ക്? അവളെ ചെളിയിൽ തെന്നി വീണു. ആഹാ, യൂണിഫോം എല്ലാം ചെളിയായി. ആ പീരീഡ് ബീന ടീച്ചറിന് മലയാളമായിരുന്നു. മഴ കാരണം കറണ്ടും പോയി. അപ്പൊ പഠിപ്പിക്കല് നിർത്തി. സാവിത്രിയെ ആശ്വസിപ്പിക്കാനേ സത്യവാൻ സാവിത്രിയുടെ കഥ പറഞ്ഞു ടീച്ചർ. നല്ല ബെസ്റ്റ് കഥയാ. ചേച്ചിക്ക് അറിയാമോ അതെന്താണെന്ന്? ചെറുതായിട്ടൊക്കെ. എന്നാലും നീ പറ, കഥയല്ലേ, കേൾക്കാൻ നല്ല രസമായിരിക്കും. ആ, സത്യവാന് സാവിത്രിയും ഭാര്യയും ഭർത്താവുമായിരുന്നേ. രണ്ടുപേരും തമ്മിൽ മുടിഞ്ഞ പ്രേമമായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് സത്യവാൻ ആയുസ് കുറവാണെന്ന്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോ യമരാജാവ് സത്യവാന്റെ ജീവൻ എടുക്കാൻ വന്നു. പക്ഷെ സാവിത്രി സമ്മതിച്ചില്ല. സത്യവാന്റെ ജീവനം കൊണ്ടുപോയ യമരാജാവിന്റെ പിന്നാലെ പോയി. യമരാജാവ് എത്ര എതിർത്തിട്ടും പിന്തിരിപ്പിച്ചിട്ടും മാറാതെ സാവിത്രി ഭർത്താവിന്റെ ജീവനം കൊണ്ടേ തിരിച്ചു വന്നോളൂ. അതാണ് കഥ. സത്യവാന്റെ ജീവനം കൊണ്ടുപോയ യമരാജാവിന്റെ പിന്നാലെ പോയി. യമരാജാവ് എത്ര എതിർത്തിട്ടും പിന്തിരിപ്പിച്ചിട്ടും മാറാതെ സാവിത്രി ഭർത്താവിന്റെ ജീവനം കൊണ്ടേ തിരിച്ചു വന്നോളൂ. അതാണ് കഥ. സ്വന്തം ജീവൻ വേണ്ടെന്ന് വച്ചും ഭർത്താവിന്റെ ജീവന് വേണ്ടി പോരാടിയ സാവിത്രിയുടെ കഥ മഹാഭാരതത്തിലുള്ളതാ. ചേച്ചി വായിച്ചിട്ടുണ്ടോ ഈ മഹാഭാരതം? ആഹാ, ഇവിടെ ഒരു സാവിത്രി ഇതൊന്നും അറിയുന്നേ ഇല്ലല്ലോ. ഹലോ സാവിത്രി ചേച്ചി. നീ എന്താ വിളിച്ചേ? അല്ല, ആർക്കൊക്കെയോ വേണ്ടി ചേച്ചി കൈയൊക്കെ പൊള്ളിച്ചതല്ലേ? കല്യാണി എന്ന പേര് മാറ്റി സാവിത്രി നാക്കണോന്ന് ചോദിച്ചതാ.
നിന്നെ ഞാൻ ദാ, നിക്കടാ അവിടെ. അതെ, നല്ലയാളാ. കണ്ടിട്ട് കാണാതെ പോവുകയാണല്ലേ? ഞാൻ ചേച്ചി കണ്ടില്ല കേട്ടോ. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ, എവിടെ? കൈ നോക്കട്ടെ. ആഹാ, ഉണക്ക് വെച്ചല്ലോ. ഇതിനി ഉടനെ മാറിക്കോളൂ. അല്ല, ദേവി നിന്റെ പ്രാർത്ഥന സാധിച്ചു തന്നോ? എന്തായി കാര്യങ്ങള്? ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. വേണ്ടപ്പെട്ട ഒരാള് സുഖമില്ലാണ്ട് കിടന്നതാ. ആളിനിപ്പോ കുഴപ്പമൊന്നുമില്ല. ആ, അതാ. വിളിച്ച വിളി കേൾക്കുന്ന ദേവിയാ. പരീക്ഷിക്കും, പക്ഷെ കൈവിടില്ല. നല്ലോണം പ്രാർത്ഥിച്ചു. ഇനിയും നല്ലതേ വരൂ. ശരി ചേച്ചി. നിൽക്കടി അവിടെ. എങ്ങോട്ടാ ഇത്ര ധൃതിയില്? മാഡം ഇവിടെ. ഓ, സാധാരണ എന്നെ നീ ഇവിടെ കാണാറില്ലല്ലോ. അതിന് എനിക്ക് നിന്നെ പോലെ അമ്പലത്തിൽ ഉണ്ടുറങ്ങുന്ന ശീലമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നെന്താണെന്ന് വെച്ചാ, വീട്ടിലിരുന്നപ്പോഴേ എന്താണോ എന്തോ മനസ്സിലൊരു വെപ്രാളം പോലെ. എന്നാ പിന്നെ ദേവിയെ കണ്ടു തൊഴുത് മനസ്സിന്റെ ആശങ്കയൊക്കെ അങ്ങ് മാറ്റിയേക്കാന്ന് വെച്ചു. വളരെ നല്ല കാര്യമാ. എന്നാ പിന്നെ മാഡം അമ്പലത്തിൽ കയറിക്കോളൂ. ഞാൻ തൊഴുതിറങ്ങിയതാ. ആ, വീട്ടിൽ പോട്ടെ, നേരം വൈകി. അങ്ങനെ അങ്ങ് പോയാലോ? നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. എന്റെ മനസ്സിന്റെ ഇപ്പോഴുള്ള വിഷമത്തിന്റെയും വെപ്രാളത്തിന്റെയും കാരണം നിനക്ക് അറിയണ്ടേ? അതിന് ഒറ്റ കാരണേ ഉള്ളൂ. നിന്റെ ഈ കയ്യിലെ പാടുകൾ. ഡേ, നീ ഇപ്പൊ സത്യമായിട്ട് പറഞ്ഞേ പറ്റൂ. ദേ, നിന്റെ ഈ കൈ പൊള്ളിയത് കർപ്പൂരം വെറ്റിലയിൽ വെച്ച് കത്തിച്ചുഴിഞ്ഞതുകൊണ്ടാണോ, അതോ നീ അഗ്നികുംഭം എടുത്ത് അമ്പലം ചുറ്റിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയണം. എന്താടിയെന്ന് സംഭവിച്ചത്? സത്യം പറ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാ മാഡം. ദേവി ഇതിനി ഉപദ്രവിക്കരുത്. കല്യാണിയെ 2 തുണ്ടായി വെട്ടിക്കേറിയാലും പറഞ്ഞതിൽ നിന്ന് മാറില്ല. മാഡം ഈ ത്രിസന്ധിക്ക് വെറുതെ സമയം മെനക്കെടുത്തരുത്. അറിയാടി, അറിയാം. നിന്റെ അടുത്ത് ചോദിച്ചാ നീ സത്യം പറയില്ല എന്നറിയാം. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയേ കണ്ടുള്ളൂ. ദേവി കാണിച്ചെന്ന വഴിയാ. അത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവിടുത്തെ പൂജാരിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അതിനാ ഇപ്പൊ എന്റെ ഈ എഴുന്നള്ളത്ത്. പൂജാരിയോ? അതെടി, പൂജാരി തന്നെ. അയാൾ അറിയാതെ നീ അഗ്നികുംഭം എടുക്കില്ലല്ലോ. ഞാൻ സത്യം എന്താണെന്ന് പൂജാരിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളാം. അയ്യോ, ദേ, നിന്റെ മുഖമൊക്കെ ആകെ വിളറി വെളുത്തല്ലോ. ഭയം തോന്നുന്നുണ്ടല്ലേ? ഭയക്കണം, എന്നാലേ എല്ലാ സത്യവും പുറത്തു വരും. അല്ല, നീ അറിഞ്ഞു കാണുമല്ലോ, രാവിലെ കുടുംബ ജ്യോത്സ്യൻ വന്ന് തൃച്ചംബരത്ത് ഒരു അമിട്ടിന് തിരി കൊളുത്തിയിട്ടാ പോയെ. അതിന് പൊട്ടാൻ വീർപ്പ് മുട്ടി പുകഞ്ഞിരിക്കുക അഖിലാണ്ടേശ്വരി. ഇനിയിപ്പൊ നിന്നെ ആനന്ദിനെയും കൂട്ടി ഈ സംഭവം കൂടി പറയുമ്പോ എല്ലാം കൂടി ചേർന്ന് ബും എന്നൊരു പൊട്ടിത്തെറിയിൽ തീരും. എങ്ങനെയുണ്ട്?
ഇങ്ങോട്ട് വാടി. മാഡം, മാഡം എന്താ പതിവില്ലാതെ? അതെന്താ, എനിക്ക് ക്ഷേത്രത്തിൽ വിലക്ക് വല്ലതുണ്ടോ? അയ്യോ അങ്ങനൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ വെറുതെ ചോദിക്കണ്ട. ആദ്യം താൻ ഇവിടുത്തെ പൂജാരി ഒന്ന് വിളിക്ക്. എനിക്കൊരു അത്യാവശ്യ കാര്യം ചോദിച്ചറിയാനുണ്ട്. പൂജാരി മാറി മാഡം. ഏ? പഴയ പൂജാരിക്ക് ദേവസ്വത്തിന്റെ ട്രാൻസ്ഫറാ. പുതിയ പൂജാരിയെ വിളിച്ചാ മതിയോ? ട്രാൻസ്ഫറോ? അതെ, റൊട്ടീൻ ട്രാൻസ്ഫർ. മൈലക്കാട് ശ്രീകണ്ഠശാസ്ത്ര ക്ഷേത്രത്തിലേക്ക്. ആ, ഇവിടുന്നൊരു 50 കിലോമീറ്റർ വരും. അവിടെ പോയാൽ മതി. മാഡത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അപ്പൊ കിട്ടും. അപ്പൊ ഞങ്ങൾ പോട്ടെ. ശരി. മാഡം അപ്പോ മൈലക്കാട്ടേക്ക് പോവല്ലേ? തിരിച്ചു വന്നിട്ട് കാണാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. മാഡം, ഈ ദൈവം എന്ന് പറയുന്നതേ അവനവന്റെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണമൊന്നുമല്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ദേവീ ശരണം. ഞാൻ പോവാ. മാഡം വിചാരിക്കുന്നത് പോലെയല്ല. രക്ഷകർത്താക്കളുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു കല്യാണം ഈ ജാതകന് നടക്കില്ല. നിങ്ങളുടെ പ്രൗഢിക്കും അന്തസ്സിനും ചേരാത്തൊരു പെണ്ണായിരിക്കും മരുമകളായിട്ട് വലത് കാല് വെച്ച് കയറാൻ പോകുന്നത്. അതാണ് ജാതകന്റെ വിധി. ഇതെന്താ നിലാവ തഴിച്ചുവിട്ട കോഴിയെ പോലെ? ആ, ജോത്സ്യം പറഞ്ഞത് മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുക. സാരല്ല, ആ പുകയെ ഞാൻ അങ്ങ് ആളി കത്തിച്ചേക്കാം. അല്ലെങ്കിലും ഇരുമ്പ് പഴുത്തിരിക്കുമ്പോ വേണമല്ലോ അടിക്കാൻ. എന്നാലേ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളച്ചെടുക്കാൻ പറ്റൂ. ചേച്ചി, അയ്യോ എന്തു പറ്റി പുറത്തിങ്ങനെ? ചേച്ചി ആകെ ഡള്ളാണല്ലോ. ഓ, ചേച്ചി ആ ജോത്സ്യം പറഞ്ഞ കാര്യം ആലോചിക്കുക അല്ലേ? അത് കള എന്റെ ചേച്ചി. അവന്മാര് പൈസ കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഏനാ. വിലാസിനി, നീ പോവാൻ നോക്ക്. എനിക്കല്പ സ്വസ്ഥത വേണം. ചേച്ചി, അയ്യോ അറിയാം. ചേച്ചിയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാ ഞാനിപ്പോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നേ. ദാ പ്രസാദം, എടുക്ക്. ഞാൻ അതല്ല ചേച്ചി ആലോചിക്കുന്നേ. നമ്മുടെ ആനന്ദം പ്രിയങ്കയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിന് ഇനി കുറച്ചു നാള് മാത്രം ഉള്ളപ്പോഴാ ജാതകം നോക്കി ആ ജോത്സ്യന്റെ ഒരു പ്രവചനം. ആനന്ദ് കെട്ടാൻ പോകുന്ന പെണ്ണ് തൃച്ചംബരത്തിന്റെ അന്തസ്സിനും പ്രൗഢിക്കും യോജിച്ചവളായിരിക്കില്ലെന്ന്. അത് കേട്ടപ്പോ മുതൽ എന്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെയാ. അപ്പോ ഓൾറെഡി പ്രിയങ്കയെ മരുമകളായി മനസ്സിൽ കണ്ടുവെച്ച ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കരം തന്നെ. വിലാസിനി, ഒന്നാമത് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അതിനിടയിൽ നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കരുത്.
പ്ലീസ് ലീവ് മീ അലോൺ. എന്ന് വെച്ചാൽ എന്റെ ചേച്ചി, ഈ കുടുംബത്തിലൊരു അപമാനം വന്നാ അത് എന്നെയും കൂടിയല്ലേ ബാധിക്കുന്നത്. എനിക്കങ്ങനെ പോവാൻ പറ്റുമോ? ദേ, ആ ജോൽസിൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ചേച്ചിയോടൊന്ന് പറയാൻ വന്നപ്പോഴാ ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വന്നു എന്ന് ചേച്ചി പറയുന്നത്. എനിക്ക് സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ദേ, കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. നീ പറയാൻ വന്ന കാര്യം പറ. എനിക്ക് ബോറടിക്കുന്നു. അത് മറ്റൊന്നും അല്ല ചേച്ചി. ദേ, ഒരൊറ്റ കാര്യം മാത്രം. ആനന്ദിന്റെ ജാതകം നോക്കി ആ ജോത്സ്യം പറഞ്ഞത് സത്യമാണെങ്കിൽ അവളില്ലേ ഈ കുടുംബത്തിന്റെ അന്തസ്സിനും പ്രൗഢിക്കും ചേരാത്ത ആ പെണ്ണ്, അവൾ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതേ ചേച്ചി, അതേ ചേച്ചി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ അണിയേണ്ട ആഭരണങ്ങള് ആദ്യം അണിഞ്ഞത് ആരാ? പ്രിയങ്കയാണോ അതോ മറ്റു വല്ലരും ആയിരുന്നോ? ആനന്ദിന് പെണ്ണാലോചന നടന്നപ്പോ അറിഞ്ഞോ അറിയാതെയോ ആ ബ്രോക്കർ കാണിച്ച ഫോട്ടോ ആരുടേതായിരുന്നു? ചേച്ചി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുട്ടിയുടെ പേരറിയാൻ വയ്യ, പക്ഷേ മുഖലക്ഷണവും ആഭരണങ്ങളും ഒക്കെ കണ്ടിട്ട് ഏതോ റോയൽ ഫാമിലിയിലെ പെണ്ണാണെന്ന് തീർച്ച. എന്റെ ഒരു തോന്നലും അനുഭവം വച്ചാണെങ്കിൽ ഒരു സത്യം പറയാൻ വേണം, ഈ പെൺകുട്ടി മാത്രമാണ് ഇവിടത്തെ പയ്യന് എന്തുകൊണ്ട് യോജിച്ച ജോഡി. ഇതെല്ലാം പോട്ടെ, ആനന്ദിന്റെ ബർത്ത്ഡേയുടെ അന്ന് എന്താ നടന്നെന്ന് ചേച്ചി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ 7 മണിക്ക് തൃച്ചംബരത്തേക്ക് ആനന്ദ് കെട്ടാൻ പോകുന്ന മൂത്ത മരുമകള് വന്നു കേറോന്ന് കരുതി കാത്തിരുന്നപ്പോ വലതുകാല് വെച്ച് കേറി വന്നത് ആരായിരുന്നു? അത് മാത്രോ, ആ ഡെമോ കല്യാണത്തിന് ആനന്ദ് കല്യാണിയുടെ കഴുത്തില് താലി വരെ കെട്ടിയില്ലേ, അതും ചേച്ചിയെ ധിക്കരിച്ച്. ഇതെല്ലാം കൂടി കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോ ആ ജോത്സ്യം പറഞ്ഞ പെണ്ണേ ആ കല്യാണി അല്ലേ എന്ന് എന്റെ മനസ്സിൽ ഒരു സംശയം. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? അയ്യോ, ചേച്ചി ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്നായി എന്റെ ആഗ്രഹം. പക്ഷെ കല്യാണിയുടെ കാര്യത്തില് ഈ നടന്നതെല്ലാം യാദൃശ്ചികമാണെന്ന തോന്നൽ എനിക്കില്ല. ഇതിനെയാ ചേച്ചി നമ്മള് വിധിന്നൊക്കെ വിളിക്കുന്ന. കഷ്ടം തന്നെ. ആ കല്യാണി ഉണ്ടല്ലോ, അവള് പുറമേ കാണുന്ന പോലെ പഞ്ചപാവൊന്നും അല്ല ചേച്ചി. അവൾ അങ്ങനെ നടിക്കുന്നതാ. അന്ന് ആനന്ദ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവള് കയ്യില് കർപ്പൂരം കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് സംശയമുണ്ട്. കർപ്പൂരത്തിന്റെ പൊള്ളലൊന്നും അല്ലായിരുന്നോ കയ്യില്, അത് അഗ്നികുംഭം എടുത്തതായിരുന്നു. അതെ ചേച്ചി, അവൾ അഗ്നികുംഭം എടുത്തിട്ടുണ്ടാവുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നത്. ആനന്ദ് താലികെട്ടിയ പെണ്ണ് കയ്യിൽ അഗ്നികുംഭമേന്തി ദേവീക്ഷേത്രത്തിന് ചുറ്റും 9 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം.
അതാണ് ഒരു വഴി. ഏതിനും ഇനി അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ജോത്സ്യൻ പ്രവചിച്ചത് സംഭവിച്ചോന്ന് വരും. ഈ കുടുംബത്തിന്റെ പ്രൗഢിക്കും അന്തസ്സിനും യോജിച്ച തറവാട്ട് മഹിമ അവൾക്കുണ്ടായിരിക്കുകയില്ല. ഒരു ദരിദ്ര ജന്മമാണവൾ. അതൊന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നേ ഉള്ളൂ. ഇനിയും ആ കല്യാണി എവിടെ വാഴിക്കണോ വേണ്ടയോന്ന് ചേച്ചി തന്നെ അങ്ങ് തീരുമാനിക്ക്. നാരായണ നാരായണ നാരായണ.